ഇതിപ്പം ഞാൻ വാങ്ങിയിരിക്കുന്ന 4 കന്നിപ്പശുക്കളാണ് കേട്ടോ. ആദ്യത്തെ രണ്ടാമത്തെ 2 പല്ലാണ്, 2 പല്ല് പ്രായം. രണ്ടാമത്തത് 2 പല്ല് പ്രായം. ഇത് 2 പല്ല്. 2 പല്ല്. ഇത് 4ാമത്തെ ലാസ്റ്റ്. ഇത് 2 പല്ലായി വരുന്നത് മുളച്ച് വരുന്നേ ഉള്ളൂ. ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈറോഡ് മാർക്കറ്റാണ്. ഈറോഡ് മാർക്കറ്റിൽ ഈ ആഴ്ച വാങ്ങിയിരിക്കുന്ന കുറേയധികം പശുക്കൾ വിശേഷങ്ങളാണ്. ഈ ആഴ്ച പ്രത്യേകത ഞാനൊരു 4 പശുക്കൾ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്കല്ല, നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ്. സുഹൃത്ത് വന്നിട്ടില്ല, അപ്പോൾ ഞാനാണ് വന്ന് വാങ്ങിയത്. ഒരു 4 പശുക്കൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പശുക്കൾ ഇതിൽ കൂട്ടത്തിലുണ്ട്. നമ്മൾ ആ പശുക്കൾ കൂടുതൽ പോകുന്നുണ്ട്. കൊല്ലത്ത് തന്നെ കൊട്ടാരക്കരയുള്ളൊരു ഫാമിലേക്കാണ് വാങ്ങിക്കുന്നത്. ആ ഒരു പശുക്കളുടെ വിശേഷങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്തേക്ക് പിന്നെ 2 ജില്ലകളിലേക്കൊക്കെ വാങ്ങിക്കുന്ന കുറേയധികം നല്ല അടിപൊളി പശുക്കളുണ്ട്. കാരണം ഞാൻ വാങ്ങിക്കുന്നത് 4 കടിഞ്ഞൂലായിരുന്നുള്ളൂ. കന്നിപ്പശുക്കൾ തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ പശുക്കളുടെ വിശേഷങ്ങൾ, പിന്നെ ബാക്കി ഇന്ന് വാങ്ങിയ പശുക്കളുടെ വിശേഷങ്ങൾ, പിന്നെ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. മാക്സിമം വീഡിയോസ് ഫുള്ള് കാണുന്നു നോക്കാം. ശക്തിപൂർ വണക്കം. എപ്പോഴും എടുക്കണ നമ്മൾ ഇന്ന് എത്ര പശുക്കൾ എടുത്തിട്ടുണ്ട്? മൊത്തം 20 പശുക്കൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് എടുത്തിട്ടുണ്ട് പശുക്കളെ? எல்லாமே திருவண்ணாமலை எடுத்துருக்கேன். വയനാട് എടുത്തിട്ടുണ്ട്. പിന്നെ കൊല്ലം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു 3-4 പശുക്കൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ വിഷയത്തിൽ കാണിക്കാം. നമ്മുടെ ഒരു സുഹൃത്ത് കൊട്ടാരക്കര ഫാമിലിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പശുക്കൾ ഇതിനകത്തുണ്ട്. അത് സെപ്പറേറ്റ് കാണിക്കാം. പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ എന്തായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് ഈ ഒരു പശുക്കളൊക്കെ ഏത് സ്ഥലത്തേക്ക് എടുത്തേക്കുന്നത്? തിരുവനന്തപുരം വലിയ ഫാമിലിക്ക് എടുത്തേക്കുന്നത്. ഇത് ഏകദേശം എത്ര ലിറ്റർ പാല് കിട്ടുമായിരിക്കും? ഇത് ഒരു ദിവസം 20 ലിറ്റർ കിട്ടും. 20 ലിറ്റർ ഏകദേശം കിട്ടുന്ന പശുവാണ്. നമ്മൾ എത്ര വിലയായിട്ടുണ്ട് ഇത് നമുക്ക്? 75 രൂപയായിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ആണോ? ഈ 2ാമത്തെ പ്രസവം. ഇതെല്ലാം വയനാട് എടുത്തിരിക്കും. വയനാട്ടിലേക്ക് എടുത്തിട്ടുണ്ട് അല്ലേ? അത്യാവശ്യം എത്ര പല്ല് പ്രായത്? ഇതെല്ലാം 6 പല്ല് പ്രായമാണ് അല്ലേ? എത്ര പാല് പ്രതീക്ഷിക്കുന്നത്? അത് ഒരു 25 ലിറ്റർ കിട്ടും. 25 ലിറ്റർ അത്യാവശ്യം സൈസുള്ള ഒരു പശുവാണ്. അടുത്ത് ഈ കാണുന്നതാണോ? ഇത് 2 പല്ല് കന്നി പശുവാണ് അല്ലേ? ഏകദേശം എത്ര പാല് പ്രതീക്ഷിക്കാം? ഇത് ഒരു 20 ലിറ്റർ കിട്ടും. 20 ലിറ്ററോളം പ്രതീക്ഷിക്കാവുന്ന ഒരു പശുവാണ് അല്ലേ? ഓക്കെ. ഇതൊക്കെ എന്ത് വിലയാണ് നമുക്ക്? എല്ലാം ഒരു റേഞ്ച് പക്കം 1 ലക്ഷം റേഞ്ചിൽ വന്നിട്ടുണ്ട്. അടുത്ത് ഈ കാണുന്ന ഒരു പശുവാണോ? ഇത് 2ാമത്തെ പ്രസവമാണ്. രണ്ടാമത്തെയാണ്. എത്ര പാല് പ്രതീക്ഷിക്കാം? ഒരു 22-25 ഒരു 80 രൂപ റേഞ്ചിൽ വന്നിട്ടുണ്ട് അല്ലേ? അടുത്ത ഈ കന്യാണ്. 2 പല്ല്. 2 പല്ല് കന്യാണ്. ഏകദേശം എത്ര പാല് പ്രതീക്ഷിക്കാം നമുക്ക്? ഇതെല്ലാം ഒരു 25 കിട്ടും. 25 വരെ പ്രതീക്ഷിക്കാം. വില നിലവാരം എല്ലാം 1 ലക്ഷം രൂപ ആയിട്ടുണ്ട് ഏകദേശം. ഈ കാണുന്നതാണോ? ഇത് 2ാമത്തെ പ്രസവമാണ്. 2ാമത്തെ പ്രസവമാണ്. 6 പല്ല് പ്രായം. എത്ര ദിവസം ഉണ്ട് പ്രസവിക്കാൻ? ഇതിന് ഒരു 10 ദിവസം പിടിക്കും. 10 ദിവസത്തോളം സമയമുണ്ട്. ഇതും ഏകദേശം 1 ലക്ഷം തന്നെയാണ് അല്ലേ? 1 ലക്ഷം. പിന്നെ അടുത്ത കുറച്ച് കന്നിപ്പശുക്കളാണ്. ഈ പശുക്കൾ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ എത്ര പല്ല് പ്രായമാണ്? ഇത് 2 പല്ലാണ്. 2 പ്രായമാണ്. ഏകദേശം എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്കൊരു ദിവസം? ഇത് ഒരു ദിവസം 20-22 കിട്ടും. 20 ലിറ്റർ മേലെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ദിവസം. ഏകദേശം നമുക്ക് വില എന്തായത്? ഇതെല്ലാം ഒരു 95 രൂപ ഏകദേശം റേഞ്ചിൽ വന്നൊരു പശുവാണ്. അടുത്തേക്ക് 4 പല്ല്. ഇത് തിരുവനന്തപുരത്തേക്ക് ചെറിയൊരു മീഡിയം ടൈപ്പ് പശുവാണ് അല്ലേ? ഇതിൽ എത്ര പാല് പ്രതീക്ഷിക്കാം? 15 ലിറ്റർ കിട്ടും. 15 ലിറ്ററോളം പ്രതീക്ഷിക്കുകയാണ്. ഏകദേശം വില നല്ല വില? ഇത് ഒരു 60 രൂപ റേഞ്ചിലെ അടുത്തൊരു 55 റേഞ്ചിലൊക്കെ ഉള്ളൊരു ഏതാണ് ഒരു ഇത് ജേഴ്സി പശുവാണ്. ചെറിയൊരു മീഡിയം ടൈപ്പ് അത്യാവശ്യം ജേഴ്സി പശുവാണ്. അതൊക്കെ എത്ര ദിവസം ഉണ്ട് പ്രസവിക്കാൻ? അതിന് ഒരു 10 ദിവസം 10 ദിവസം ഉണ്ട് പ്രസവിക്കാം അല്ലേ? അതൊക്കെ എന്ത് വില നിലവാരത്തിലാണ്? ഇത് 57,000 രൂപ. 54 രൂപയായിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത് നമ്മൾ എടുത്തൊരു പശുവാണ് കേട്ടോ. ഇത് ബ്ലാക്ക് ക്രോസ് ഒരു പശുവാണ് നമ്മൾ എടുത്തേക്കുന്നത്. 2ാമത്തെ പശു ഇതാണ് കേട്ടോ. അത് 4 പശുക്കളാണ് എടുത്തിട്ടുള്ളത്. 2ാമത്തെ ഇതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പശുവാണത്. 2 പല്ല്. 2 പല്ല് പ്രായമുള്ളൂ. ഈ പ്രസവിക്കാൻ ഏകദേശം എത്ര ഒരു മാസം കാണുമോ? ഇല്ല, 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കായിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ല. ഒരു മോഴയാണ്. എല്ലാം മോഴ പശുക്കൾ നമ്മൾ എടുത്തേക്കുന്ന. എല്ലാം കൊമ്പില്ലാത്തതും കൊമ്പ് ധരിച്ചതും ഉണ്ട് പശുക്കളൊക്കെയാണ്. എന്നിട്ട് നമുക്ക് എന്ത് പാല് പ്രതീക്ഷിക്കാം? നമുക്കിത് ഇത് ഒരു 20-22 കിട്ടും. 22 ലിറ്റർ വില പ്രതീക്ഷിക്കാം. നമുക്ക് എന്ത് വിലയായിട്ടുണ്ട്? നമുക്ക് 76,000 റേഞ്ചിലാണ്. അത്യാവശ്യം നല്ലൊരു പശുവാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞിലാണ്. അടുത്ത ഇതാണോ? ഈ 2 ജോഡി നമ്മൾ എടുത്ത തന്നെ ജോഡിയാണ് കേട്ടോ. നമ്മൾ ഇതും കൂടെ കൂടി മൊത്തം 4 പശുക്കളാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് രണ്ടും എത്ര പാല് വെച്ചൊക്കെ പ്രതീക്ഷിക്കണം? ഇത് 20 മേലെ കിട്ടണം. 20 ലിറ്ററെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 2 കന്നി, 2 പല്ല് പ്രായം. പ്രസവിക്കാൻ എത്ര ദിവസം കാണണം? ഒരു 20 ദിവസം പിടിക്കും. 20 ദിവസം പ്രതീക്ഷിക്കുന്നു പ്രസവിക്കാനായിട്ട്. രണ്ടും കൂടെ നമുക്ക് എന്ത് വിലയാണ്?
ഒന്ന് 64. 1,64,000 രൂപയാണ് നമുക്ക് രണ്ടും കൂടെ ആയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന 4 പശു. ഈ രണ്ടെണ്ണം ഇതും നമ്മൾ ആദ്യം മുമ്പേ കണ്ട ഒരു പശു. നമുക്ക് എന്തായാലും 3 വഴികളെ വിശേഷം കൊണ്ട് കാണാം. ഇതിപ്പം ഞാൻ വാങ്ങിയിരിക്കുന്ന 4 കന്നിപ്പശുക്കളാണ് കേട്ടോ. ആദ്യത്തെ രണ്ടാമത്തെ 2 പല്ലാണ്, 2 പല്ല് പ്രായം. രണ്ടാമത്തത് 2 പല്ല് പ്രായം. ഇത് 2 പല്ല്. 2 പല്ല്. ഇത് 4ാമത്തെ ലാസ്റ്റ്. ഇത് 2 പല്ലായി വരുന്നത് മുളച്ച് വരുന്നേ ഉള്ളൂ. അങ്ങനെ മൊത്തത്തിൽ 2 പല്ലുള്ള കന്നിപ്പശുക്കളാണ്. എല്ലാം പ്രസവിക്കാൻ ഒരു 2 ആഴ്ച 3 ആഴ്ച മാക്സിമം ഒരു മാസത്തിനുള്ളിൽ സമയം വരുന്ന 4 പശുക്കളാണ് വാങ്ങിക്കുന്നത്. നമ്മുടെ കൊട്ടാരക്കര ഫാമിലേക്കാണ് വാങ്ങിക്കുന്നത്. അപ്പം നമ്മൾ ഈ വണ്ടിക്കകത്ത് പോകുന്നുണ്ട്. ഇതിൽ 4 പശുക്കളാണ് ഇത് വണ്ടിയിലാണ് കയറ്റുന്നത്. ഫുൾ ബ്ലാക്കിലൊരു ജേഴ്സി HF മിക്സ് തന്നെയാണ്. ഈ വണ്ടിയിൽ മാക്സിമം എത്ര പശുക്കൾ കൊള്ളുവാണോ? 5 എണ്ണം അല്ലേ? അപ്പൊ നമ്മള് അത്യാവശ്യം 4 എണ്ണം അതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ചെറിയ പശുക്കളെങ്കിൽ എത്ര കൊള്ളും? ചെറുതാണെങ്കിൽ 6. അപ്പൊ അത്യാവശ്യം നമ്മുടെ സൈസ് ഒക്കെ മീഡിയം ടൈപ്പും വലിയ പശുക്കളൊക്കെ ആയതുകൊണ്ട് 5 എണ്ണം വരെ കൊള്ളത്തുള്ളൂ അല്ലേ? ഇതിന് കിലോമീറ്റർ എത്ര രൂപയാണ് വൺ സൈഡ്? 20 വൺ സൈഡ് 20. അപ്പം വരുമ്പോഴത്തേക്ക് 40 രൂപ വരും അല്ലേ? 6 പശുക്കൾ കൊള്ളുന്നു. നമുക്ക് ഈ പശുക്കളെല്ലാം ഏകദേശം എത്ര പാല് വരെയൊക്കെ പ്രതീക്ഷിക്കാം? കന്നിയിൽ 20 ലിറ്റർ ആണ് നമ്മൾ എല്ലാത്തിനും പറഞ്ഞേക്കുന്നത് അല്ലേ? മാക്സിമം എത്ര വരെയാണ്? മാക്സിമം ആണോ മിനിമം ആണോ? മാക്സിമം 18 to 20 കന്നിയിൽ 4 കിട്ടുന്നതാണ് പറയുന്നത്. ഏകദേശം നമ്മൾ ആ ഒരു പ്രതീക്ഷ തന്നെയാണ് എല്ലാത്തിനും എടുത്തേക്കുന്നത് കേട്ടോ. നമ്മളങ്ങനെ പശുക്കളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പം നമ്മൾ ഒരു പശുവിന് 50 രൂപ വെച്ചിട്ട് മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നവർക്ക് കൊടുക്കേണ്ടി വന്നു. 4 പശുക്കളായിട്ട് നമ്മൾ 200 രൂപയാണ് ആദ്യം കൊടുത്തത്. പശുക്കളൊക്കെ വാങ്ങിയിട്ടുണ്ട്, വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറി, ഫുഡൊക്കെ കഴിച്ചു. വഴിക്ക് 1-2 പേർക്ക് പോലീസുകാർക്ക് വെച്ചിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരെ കോയമ്പത്തൂർ കഴിഞ്ഞിട്ട് ഇത് ചെക്ക് പോസ്റ്റ് ഒന്നും പൈസ കൊടുത്തിട്ടില്ല. നമ്മൾ വരുന്ന വഴിക്ക് ആകെ നമ്മൾ നിലവിൽ നമുക്കൊരു 10-300 രൂപ ചിലവായിട്ടുണ്ട്. പോലീസുകാർക്ക് 100 വെച്ചിട്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ എത്ര പേരുണ്ടെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് ചെക്ക് പോസ്റ്റിൽ പൈസ കൊടുക്കാനുണ്ട്. പിന്നെ കേരളത്തോട്ട് കയറി കഴിഞ്ഞാൽ വലിയ സീനില്ല, പോലീസുകാർക്കൊന്നും വലിയ പ്രശ്നമില്ല. തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ. ഈ പോലീസുകാർക്ക് ഇങ്ങനെ 50-100 വെച്ച് കൊടുത്തോണ്ടിരിക്കും. അപ്പോൾ 50 ഇല്ല, അപ്പോൾ എല്ലാം നമ്മൾ കൊടുത്ത് 100 വെച്ച് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണെന്നറിയില്ല. നമ്മുടെ ടോളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എല്ലാം ഫാസ്റ്റാഗ് ആയതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് നിൽക്കേണ്ടി വന്നില്ല. മിക്കവാറും എല്ലാ വണ്ടികളിലും ഫാസ്റ്റാഗ് ഉള്ളതുകൊണ്ട് ഇവിടുന്ന് പാസ്സായി പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ തന്നെ പെട്ടെന്ന് ഓരോ ടോൾ പോസ്റ്റും പാസ്സായി പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മളൊരു 3 മണിയൊക്കെ ചായ കുടിക്കാൻ കയറി. അപ്പോൾ MDS എന്ന് പറഞ്ഞിട്ട് ഇവിടെ നല്ല ചായ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡ്രൈവർ കൊണ്ട് നിർത്തിയതാണ്. അങ്ങനെ ചായ കുടിച്ചിട്ട് നമ്മൾ പിന്നെ വീണ്ടും അവിടെ നിന്ന് തന്നെ യാത്രയായി. എന്നിട്ട് ഇടയ്ക്ക് വീണ്ടും പശുക്കളേക്ക് നമ്മൾ ഇടയ്ക്കൊക്കെ നോക്കാറുണ്ട്. ഇടയ്ക്കൊന്ന് പിന്നെ കയറി നോക്കി, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നിൽക്കുകയാണ്. ഇവർ കിടക്കരുത്, നമ്മൾ പോകുമ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പശുക്കൾ മാക്സിമം കിടക്കാതെ നോക്കുക നമ്മുടെ വീട്ടിലെത്തുന്നിടം വരെ.
ഇത് കിടന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചവിട്ടും, അതുകൊണ്ടാണ് കിടക്കരെന്ന് പറയുന്നത്. പിന്നെ വഴിയിൽ ഒരുപാട് നല്ല കാഴ്ചകളുണ്ടായിരുന്നു കാണാൻ, അതൊക്കെ കണ്ടിങ്ങനെ പോവാണ്, അതൊക്കെ കണ്ടിങ്ങനെ പോരുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കേരള ബോർഡറിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് നമുക്കൊരു ഹാപ്പിനെസ്, അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമ്മളിങ്ങനെ തമിഴ്നാട്ടിൽ പോയിട്ട് വരുമ്പം നമുക്ക് കേരള ബോർഡർ കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇപ്പോൾ റോഡുകൾ പഴയ പൊട്ടൊന്നുമല്ല, തമിഴ്നാടും കേരളയൊക്കെ അത്യാവശ്യം ഹൈവേ ഒക്കെ നല്ല രീതിയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ പോകുന്ന സമയത്ത് ഫുള്ള് കട്ടായിരുന്നു. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ബൈപ്പാസ് എടുത്തെത്തി. കേരളത്തിൽ കുറച്ച് ബോർഡുകളൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു ഭയങ്കര ഹാപ്പിനെസ്സും ഭയങ്കര സന്തോഷമാണ്. പക്ഷേ പഴയ കൂട്ടല്ല കേട്ടോ, നമ്മുടെ റോഡൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. രണ്ട് സൈഡും സബ്വേ സിമ്പിൾസും ഒക്കെ വെച്ചിട്ട് കുറച്ച് നല്ല രീതിയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 5-10 വർഷം കൊണ്ട് കുറേ കൂടെയൊക്കെ ഡെവലപ്പ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പഴയ കൂട്ടല്ല, അത്യാവശ്യം നല്ല റോഡായിട്ട്. പണ്ട് നമ്മുടെ വീട്ടിലേക്ക് പശുക്കളൊക്കെ എടുത്ത സമയത്ത് ഈ റോഡൊക്കെ ഭയങ്കര മോശമായിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ കുതിരാൻ തുരങ്കത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണം ക്ലോസ്ഡ് ആയിരുന്നു, ഒരെണ്ണത്തിൽ എന്തോ വർക്ക് കിടക്കുകയാണ്. രണ്ടാമത്തെ ഒരു തുരങ്കം മാത്രമേ ഉള്ളൂ ഓപ്പണിംഗ് ആയിട്ട് ഇട്ടേക്കുന്നത്. അതിൽ നടുക്കൂടി ഇങ്ങനെ തിരിച്ചിട്ട് രണ്ട് സൈഡിലേക്കുള്ള വണ്ടികൾ ഒരെണ്ണത്തിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് തുരങ്കത്തിൻ്റെ ഓപ്പോസിറ്റ് എൻഡിലേക്ക് എത്താറായി. ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം വൈഡായിട്ട് വീണ്ടും റോഡ് പഴയ കൂട്ടന്നെ നല്ല രീതിയിലേക്ക് പുതിയ റോഡ് എത്തിയിട്ടുണ്ട്. പണ്ട് ഇവിടെയൊക്കെ വരുന്ന സമയത്ത് നല്ല ട്രാഫിക്കായിരുന്നു. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ അതിൽ കൂടുതൽ വരെയൊക്കെ നമ്മൾ പണ്ട് പശുക്കളായിട്ട് വരുന്ന സമയത്ത് ഇവിടെ കിടന്നിട്ടുണ്ട്. ഈ തുരങ്കം വന്നതിന് ശേഷം ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോൾ ഒരെണ്ണം ക്ലോസ്ഡ് ആയിട്ട് കൂടി നമുക്ക് പെട്ടെന്ന് വരാൻ തന്നെ സാധിച്ചു. ഇത് രണ്ടും കൂടെ ഓപ്പൺ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം നമുക്ക് ഇപ്പുറത്തെത്താൻ സാധിക്കുമായിരുന്നു. എന്നാലും അത് കഴിഞ്ഞിട്ടായാലും റോഡൊക്കെ ഭയങ്കര ഡെവലപ്പായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രാത്രി ഏകദേശം 12 മണി കഴിഞ്ഞ് ഫാമിലെത്തിയത്. നമ്മൾ രാവിലെ ഒരു 11 മണി കഴിഞ്ഞപ്പം കയറിയതാണ്. പക്ഷേ രാത്രി അത്രത്തോളം സമയമെടുത്തു. വണ്ടി ഒരുപാട് സ്പീഡിൽ പോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ പതുക്കെയാണ് പോയത്. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് വഴിയൊക്കെ പോയതാണ്. അപ്പോൾ കോട്ടയം വഴി കുറച്ചൊന്ന് കറങ്ങേണ്ടി വന്നു. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ സേഫായിട്ട് തന്നെ എല്ലാവരെയും സേഫായിട്ട് ഫാമിലി എത്തിച്ചു. എല്ലാവരെയും അവിടെ അയച്ചു കെട്ടി എല്ലാവർക്കും കുറച്ച് വെള്ളവും കച്ചിയൊക്കെ കൊടുത്ത് ഒരു സെപ്പറേറ്റ് ഒരു ക്വാറൻറ്റൈൻ സെൻറ്ററിലേക്കാണ് മാറ്റിയത്. കാരണം വലിയ ഫാമാണ്, അവിടെ ഒരുപാട് പശുക്കളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് ഇടാറില്ല. അതിന് സെപ്പറേറ്റ് പുറത്തുനിന്ന് വരുന്ന പശുക്കൾക്ക് ക്വാറൻറ്റൈൻ സെൻ്ററുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പശുക്കളെ മാറ്റുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മച്ച്.